ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടാലോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കല്യാണത്തിൻ്റെ ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മാസം ആവാനായി. ജനുവരി 2021 കല്യാണം, 2024. അപ്പോൾ 5 മാസം ആവണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടാലോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ കുറച്ച് റിലേറ്റീവ്സും പിന്നെ തൊട്ടവീട്ടത്തെ പിള്ളേരും ഒക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അവരൊക്കെ സ്റ്റേജിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഫംഗ്ഷൻ. അങ്ങനെ ചടങ്ങൊക്കെ തുടങ്ങാനായിട്ടുണ്ട് സമയം. അപ്പോൾ എൻ്റെ മൂത്ത ആങ്ങളെയാണിത്. ഏട്ടൻ വിളക്കൊക്കെ കത്തിക്കണതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതെൻ്റെ വലിയ മേമ, അപ്പൻ്റെ അനിയൻ്റെ വൈഫാണ്. ആളാണ് മുണ്ട് വിരിക്കണത്. അപ്പോൾ ഏകദേശം ചടങ്ങൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കസാരയിലൊക്കെ വന്നിരുന്നു ചടങ്ങുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ അടുത്ത് കുറച്ച് റിലേറ്റീവ്സും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് നൈബേഴ്സും മാത്രമാണ് കല്യാണത്തിൻ്റെ തലേന്ന് ക്ഷണിച്ചിട്ടുള്ളൂ. എൻഗേജ്മെൻറ്റൊക്കെ എല്ലാവരെയും വിളിച്ച് കഴിച്ച കാരണം കല്യാണം ചുരുക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇതെൻ്റെ ചാച്ചനാണ്. അപ്പോൾ എന്നെ മണവാട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് അച്ചാച്ചൻ കൈപ്പിടിച്ച് കയറ്റുക. അപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണിത്. അപ്പോൾ ചാച്ചൻ എന്നെ കൈപ്പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റേജിൽ കയറാൻ പോകുമ്പോൾ അവിടെ എന്തോ തട്ടി ഞാൻ വീഴാനൊക്കെ പോകുന്നുണ്ട്, വയറെന്തോ തട്ടിയിട്ട്. അങ്ങനെ സ്റ്റേജിലൊക്കെ കയറ്റി ഞാൻ എല്ലാവരോടും ഇരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇരിക്കൂ എന്ന് പറയുമ്പോൾ ഞാനവിടെ കയറി ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കല്യാണമൊക്കെ ആകുമ്പോൾ കുറേ അഭിപ്രായങ്ങൾ വരും. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും. അതുപോലെ പല അഭിപ്രായങ്ങളും അവിടെയും കേൾക്കാം. അപ്പോൾ ചെരുപ്പ് കാണാൻ പാടില്ല, സാരി ഇറക്കിയിടാനൊക്കെ പറഞ്ഞിട്ട് സാരിയൊക്കെ ഇറക്കിയിട്ടിട്ട് ശരിക്കും ഇരിക്കുകയാണ്. മേമ എൻ്റെ സാരിയൊക്കെ ശരിക്കും വെച്ച് തരുന്നുണ്ട്. അപ്പോൾ മേമയാണ് എൻ്റെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്യണത്. എൻ്റെ അപ്പൻ്റെ നേരെ താഴെയുള്ള അനിയൻ്റെ വൈഫാണ്. അപ്പന് 2 അനിയന്മാരുണ്ട്. അപ്പോൾ മൂത്ത പാപ്പൻ്റെ ഭാര്യയാണിത്. അപ്പോൾ മേമ എണ്ണ തേപ്പിക്കട്ടെ എന്ന് ചോദിക്കാൻ പോവാണ്. അപ്പോൾ 3 പ്രാവശ്യം ഇങ്ങനെ എണ്ണ തൊട്ട് ഇതാക്കും. അപ്പോൾ എണ്ണ തേപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി കാണാൻ പോകുന്നത്. മണവാട്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ എണ്ണ തേപ്പിക്കണ ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ കൈ പിടിച്ചിട്ട് എന്നെ സ്റ്റേജിൽ നിന്ന് ഇറക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് എൻ്റെ സെക്കൻഡ് സാരി ഉടുത്തിട്ട് വരും. അതിന് കുളിപ്പിക്കാൻ പോവുക, അങ്ങനത്തെ ചടങ്ങ്, അതാണ് അതിൻ്റെ ചടങ്ങ്. അപ്പോൾ ഞാൻ സാരിയൊക്കെ മാറാനായിട്ട് പോകും. അപ്പം ഞാനിതാ സാരിയൊക്കെ മാറിയിട്ട് ചാച്ചൻ കൈ പിടിച്ച് കൊണ്ടുപോവുകയാണ്. ഇനി അടുത്ത ചടങ്ങുകൾ. കാല് കഴുകലാണ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ മേമ കാലൊക്കെ 3 പ്രാവശ്യം കഴുകി. കാല് കഴുകിയും ചോദിച്ചു. എന്നിട്ട് മുണ്ടെടുത്തിട്ട് കാലൊക്കെ തുടയ്ക്കും. ഇതൊക്കെ പഴയ ഓരോ ചടങ്ങുകളാണ്. എന്നാലും ഇപ്പോഴും എല്ലാവരും അതൊക്കെ ചെയ്തു വരുന്നുണ്ട്. അതിനുശേഷം പെണ്ണിൻ്റെ കയ്യിൽ മോതിരം ഊരിയിട്ട് നെല്ലുനീരിൽ വീഴ്ത്തിയിട്ട് 3 പ്രാവശ്യം നെറ്റിയിൽ നെല്ലുനീര് വീഴ്ത്തും. അപ്പം ഇതുപോലെ തന്നെ 3 പ്രാവശ്യം നെല്ലുനീര് വീഴ്ത്തട്ടെ എന്ന് പറയും. അതിനുശേഷം വീണ്ടും ചാച്ചനെ എന്നെ സ്റ്റേജിലേക്ക് എന്നെ കൈപ്പിടിച്ച് കയറ്റിയിരുത്തും. അതിനുശേഷം തറവാട്ടത്തെ കാർന്നര് എനിക്ക് ജോസേട്ടനായിരുന്നു. ജോസേട്ടൻ മധുരം തരുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. തേങ്ങയിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് 3 പ്രാവശ്യം മധുരം തരും. ആ ഒരു വീഡിയോ ഇതിൽ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇതിൽ കാണാനില്ല. അപ്പോൾ സ്റ്റേജിൽ കൊടുന്നിരുത്തിയതിന് ശേഷം തറവാട്ടത്തെ കാർന്നര് ജോസേട്ടൻ. അപ്പോൾ ഇതാ ജോസേട്ടനാണ് തറവാട്ടത്തെ കാർന്നര്. ജോസേട്ടൻ എനിക്ക് മധുരം തരികയാണ്. 3 പ്രാവശ്യം മധുരം തരും. അതിനുശേഷം വെള്ളം തരും. അങ്ങനെ 3 പ്രാവശ്യം മധുരമൊക്കെ തന്നു. അതിനുശേഷം ആ മധുരം അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും കൊടുക്കൂട്ട. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എല്ലാവരുടെ കയ്യിലും കുറേശ്ശെ മധുരം കൊടുക്കും.
അങ്ങനെ മധുരം കൊടുക്കുന്ന ചടങ്ങും കഴിഞ്ഞു. ഇനി അതിനുശേഷം ഇതാ എല്ലാവരും കൂടി നീരാങ്കുഴൽ പാട്ട് പാടുന്നൊരു ചടങ്ങ്. പണ്ടേ ഉള്ളതാണ് ഈ നീരാങ്കുഴൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. പാട്ടൊക്കെ പാടാൻ പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇതാ അവിടെ എൻ്റെ ചെറിയ ആങ്ങള മധുരം കൊടുക്കുന്നുണ്ട്. ബാക്കിലെല്ലാവരും വന്നവർക്കൊക്കെ മധുരം കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇവരിതാ പാട്ടൊക്കെ പാടുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി ഏകദേശം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതോട് കൂടിയിട്ട് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോവുക, അങ്ങനെയുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ചാച്ചൻ എനിക്ക് വിയർക്കാതിരിക്കാൻ വീശി തരുന്നുണ്ട്. അങ്ങനെ വീശും. പണ്ടൊന്നും ഫാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വീശണ ഒരു ഇതാന്ന് തോന്നുന്നു. എല്ലാ കല്യാണത്തിനും രണ്ടാളപ്പുറത്തുനിന്ന് വീശണ കാണാം. അപ്പോൾ ചാച്ചനും അങ്ങനെ വീശുകയാണ്. അതിനുശേഷം ചാച്ചൻ എനിക്കൊരു ഗിഫ്റ്റൊക്കെ ഇട്ടു, ഒരു വള കൈയ്യുമ്മ ഇട്ടു. അപ്പോൾ അച്ചാച്ചൻ മണവാട്ടിക്ക് വളയിടുന്നൊരു ചടങ്ങ്. അപ്പോൾ ആ ഒരു ചടങ്ങിന് വേണ്ടി അച്ചാച്ചൻ വളയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ അച്ചാച്ചൻ വളയൊക്കെ ഇട്ടു. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാൻ. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അച്ചു, എൻ്റെ പാപ്പൻ്റെ മോളാണ്. അപ്പോൾ താങ്ക് യു, ബൈ.